ഹായ് കൂട്ടുകാരെ, കളി വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തൊപ്പിക്കാരൻ്റെയും അതുപോലെ ഒരു കുരങ്ങൻ്റെയും കഥയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? ഒരിടത്ത് ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ മുകളിൽ നിറയെ കുരങ്ങന്മാർ താമസിച്ചിരുന്നു. അങ്ങനെ കുരങ്ങന്മാർ അവിടെ ആസ്വദിച്ച് താമസിച്ചിരിക്കുമ്പോഴാണ് ഒരു തൊപ്പിക്കച്ചവടക്കാരൻ ആ വഴി അങ്ങനെ പോയത്. ആ മരം കണ്ടതും തൊപ്പിക്കാരൻ എന്തു തോന്നി? ഭയങ്കര ക്ഷീണം തോന്നി. ഇനി ഇവിടെ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് തോന്നി. അങ്ങനെ തൻ്റെ തൊപ്പിക്കൊട്ടയും അവിടെ ഇറക്കി വെച്ച് ഭയങ്കര ഉറക്കമായി. ആര്? നമ്മുടെ തൊപ്പിക്കാരൻ. ഉറങ്ങുന്ന തൊപ്പിക്കാരൻ അറിയില്ലായിരുന്നു മുകളിൽ നിറയെ കുരങ്ങൻ രാജാക്കന്മാരുള്ളത്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തൻ്റെ കൊട്ടയിലുള്ള ഒരു തൊപ്പി പോലും കാണാനില്ല. കുറേ തിരഞ്ഞു നമ്മുടെ തൊപ്പിക്കാരൻ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് മുകളിൽ നിറയെ കുരങ്ങന്മാർ. അവരുടെ എല്ലാം കയ്യിൽ തന്നെ തൊപ്പികളും. എങ്ങനെ ഇത് തിരിച്ചു വാങ്ങുമെന്ന് ആലോചിച്ചു. അങ്ങനെ നമ്മുടെ തൊപ്പിക്കാരൻ ഒരു ഐഡിയ തോന്നി. തൊപ്പിക്കാരൻ എന്ത് ചെയ്തു? തൻ്റെ തലയിലുള്ള തൊപ്പിയെടുത്ത് കുരങ്ങന്മാരുടെ നേരോട്ട് എറിഞ്ഞു. അപ്പോൾ അവർ എന്ത് ചെയ്തു? തൻ്റെ കയ്യിലെ തൊപ്പികളെല്ലാം താഴോട്ടും എറിഞ്ഞു. താഴെ കിട്ടിയ തൊപ്പികളെല്ലാം പെറുക്കി നമ്മുടെ തൊപ്പിക്കാരൻ ഓടി രക്ഷപ്പെട്ടു. കുരങ്ങൻ അത് നോക്കി നിന്നു. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.